ഹായ് ഫ്രണ്ട്സ്, ഗുഡ് മോർണിംഗ്. ഞാനും റെയിനും കൂടി ഇന്ന് ഞങ്ങൾ രണ്ടും പഠിച്ച നേഴ്സറിലേക്ക് ഇന്ന് പോവാണ് ഗൈസ്. രൂപേൻ്റെ അമൃതപ്പൊടി വാങ്ങിക്കാൻ പോവാണ്. എല്ലാവരും ഓർക്കും ഞാൻ എന്താ ഇതൊക്കെ എടുത്ത് വീഡിയോ ഇടുന്നതെന്നല്ലേ. എന്തോ എനിക്കൊരു പഴയ നൊസ്റ്റാൾജി തോന്നി. നേഴ്സറി ഒന്ന് ഞാൻ ഇടയ്ക്കിടയ്ക്ക് പോകാറുണ്ട്. എന്നാലും അവിടെ പഠിച്ചു പോയിട്ടുള്ള കുറേ കുട്ടികളൊക്കെ ഇല്ലേ, അവരൊക്കെ ഒന്ന് കാണണം എന്നൊക്കെ ആഗ്രഹിക്കുന്നുണ്ടായിരിക്കില്ലേ നേഴ്സറി ഇപ്പോഴത്തെ രീതി എന്താണെന്നൊക്കെ. അപ്പം ഞങ്ങൾ ഇന്നതേ അവിടെ പോവുകയാണ്. അപ്പം ഞാൻ ഓർത്ത് പോകുന്ന വഴിക്ക് നമുക്കൊരു വീഡിയോ എടുത്തങ്ങ് പോകാം. പക്ഷേ ഭയങ്കര വെയിലാണ് ഗൈസ്. വെയിൽ കാരണം ഞങ്ങൾ കുടയൊക്കെ എടുത്തുകൊണ്ടാണ് പോയത്. പക്ഷേ കുടയ്ക്ക് പോലും നിയന്ത്രിക്കാൻ പറ്റിയില്ല. നമ്മുടെ റെയിനു എഴുന്നേറ്റിട്ട് അധികം നേരമൊന്നും ആയില്ലായിരുന്നേ. അത് റെയിനു ആകപ്പാടെ ഒരുമാതിരി ഉഷാറില്ലാത്ത രീതിയിലാണ് വരുന്നത്. പിന്നെ അവനോട് ടാറ്റു പറഞ്ഞ് നിന്നെ നേഴ്സറിൽ ഇരുത്തും, ഇന്ന് നീ പോയാൽ നിന്നെ ഇപ്പം നേഴ്സറിൽ ഇരുത്തും എന്ന് പറഞ്ഞ്. അപ്പോൾ ആ ഒരു പേടിയോടും കൂടിയാണ് നമ്മുടെ റെയിനു വരുന്നത്. അവനെ നേഴ്സറിൽ ഇരുത്തുമോ അവന് ചെറിയ പേടിയുണ്ട്. കാരണം വീട്ടിൽ കളിക്കാൻ ടാറ്റുവും കുഞ്ഞുമണിയും എല്ലാം നോക്കിയിരിക്കുകയല്ലേ. അവൻ തന്നെ പോയി നേഴ്സറിൽ ഇരുന്ന് കഴിഞ്ഞാൽ അവന് പറ്റുകയല്ലോ. അപ്പോൾ അവൻ അങ്ങനെ നോക്കിയിരുന്നാണ് വരുന്നത്, പേടിച്ചാണ് വരുന്നത്. പക്ഷേ ഭയങ്കര വെയിൽ കാരണം ഗൈസ് കണ്ണു പോലും തുറക്കാൻ പറ്റുന്നില്ല. വഴിയുന്ന പോലും നമുക്കങ്ങ് നോക്കാൻ പോലും പറ്റത്തില്ല. അമ്മാതിരി വെയിലായിരുന്നേ. ഞങ്ങൾ പിന്നെ കുറച്ച് ഭാഗത്തൊക്കെ തണലുണ്ട്, മരങ്ങളൊക്കെ ഉണ്ടായിരുന്നു. കുറച്ച് ഭാഗത്ത് ഒട്ടും മരങ്ങളൊന്നുമില്ല ഗൈസ്. അങ്ങനെ ഭയങ്കര വെയിൽ കൊണ്ടാണ് നമ്മളവിടെ ചെല്ലുന്നത്. കുടയുണ്ടെന്ന് പറഞ്ഞിട്ടൊന്നും ഒരു കാര്യമില്ല. അപ്പം ഞങ്ങൾ അങ്ങോട്ട് എത്താറായി. നമ്മൾ വീട്ടിൽ നിന്ന് ശകലം നടന്നാൽ മതിയേ, കുറച്ച് 2 വളവിനുള്ള വ്യത്യാസമുള്ളൂ. അപ്പം നമ്മൾ എത്താറായി. അവിടെ നമുക്ക് നേരെ കാണുന്ന ഒരു അമ്പലമാണ്, അയർക്കുന്നം ശ്രീകൃഷ്ണ സ്വാമി ക്ഷേത്രമാണ് നേരെ കാണുന്നത്. അവിടെ ഇന്നലെ വരെ സപ്താഹമായിരുന്നു. അപ്പം സപ്താഹം കഴിഞ്ഞതേ ഉള്ളൂ. അതിൻ്റെ സ്റ്റേജോ കാര്യങ്ങളോ ഒന്നും അഴിച്ചിട്ടില്ല. സപ്താഹത്തിൻ്റെ സ്റ്റേജോ കാര്യങ്ങളോ ഒന്നും അഴിച്ചിട്ടില്ലേ. ഇത് കണ്ടോ, അമ്പലത്തിൻ്റെ പുറകുവശമാണ് ഇത്. ഫ്രണ്ട് വശം അപ്പുറത്താണ്. നമ്മളങ്ങോട്ട് പോക്കിയ അതുവഴിയല്ല നമ്മൾ വന്ന്. നമുക്ക് ഈ വളവിനാണ് നമ്മുടെ നേഴ്സറി ഇരിക്കുന്നത്. ഇത് കണ്ടോ, ഇതാണ് നമ്മുടെ നേഴ്സറി. ഈ ഷീറ്റൊക്കെ കെട്ടി വെച്ചത്. നേരത്തെ ഇങ്ങനെയൊന്നും ഇല്ലായിരുന്നു, ഇങ്ങനെ ഇത്രയും ഭാഗത്ത് കെട്ടി അങ്ങനെയൊന്നും ഇല്ലായിരുന്നു. ഇത് അമ്പലത്തിൻ്റെ സ്റ്റേജാട്ടോ. ഇത് കണ്ടോ, നമ്മുടെ നേഴ്സറി എത്തുമ്പോഴേ ഇപ്പോൾ അവിടെ നല്ല കുഞ്ഞുങ്ങൾക്ക് കാണുമ്പോൾ തന്നെ കണ്ണിന് കുളിർമയായിരുന്നു. കുറേ ഡ്രോയിങ്ങുകളും കുറേ പൂക്കളൊക്കെ. ഇത് ഓരോ ബർത്ത്ഡേക്ക് ഓരോ കുട്ടികൾ വീട്ടിൽ നിന്ന് കൊണ്ട് കൊടുക്കുന്ന കേട്ടോ, ബർത്ത്ഡേ ചെടി എന്ന് പറയുവേ. ഇത് കണ്ടോ, അംഗനവാടിയിൽ നിന്ന് ഡ്രസ്സില്ലേ കാണാൻ. ഞങ്ങൾ പഠിച്ചപ്പോൾ ഒന്നും ഇത്രയ്ക്ക് ഉള്ള അന്നൊന്നും ഇത്രയൊന്നും ഇല്ലല്ലോ ഇങ്ങനെ ഡ്രോയിങ്ങോ കാര്യം. പക്ഷെ ഞാനിപ്പോഴും ഓർക്കുന്നു, ഞാൻ ആ വരാന്തയിരുന്ന് ഞങ്ങൾ ചോറുണ്ടത്, ഞങ്ങൾ സ്നാക്സ് കഴിക്കുന്നത്, ഞങ്ങളതിൽ ഓടിക്കളിക്കുന്നതൊക്കെ ഞാൻ ഇപ്പോഴും ഓർക്കുന്നു കേട്ടോ. ഇത് ഇവിടുത്തെ ടീച്ചറാണ്. ഈ ടീച്ചർ നമുക്ക് പൊടി തരാൻ വേണ്ടി, അമൃതപ്പൊടി തരാൻ വേണ്ടി പോവുകയാണ്. കുഞ്ഞിൻ്റെ പേരൊക്കെ ചോദിക്കാം. അങ്ങനെ നോക്കിയപ്പോൾ വേറെ നൊസ്റ്റാൾജിയ. ഇത് പണ്ട് തൊട്ടേ, ഞങ്ങളുടെ ചെറുപ്പം തൊട്ടേ ഇവിടെ ചട്ടിയും കൊണ്ട് വരുന്ന ചേട്ടനായിരുന്നു കേട്ടോ ഗൈസ്. ഈ ചേട്ടൻ ഇവർ സ്വന്തമായിട്ടുണ്ടാക്കുന്ന ചട്ടികളാണ്. ചേട്ടൻ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് നമ്മുടെ അതിലേക്ക് വരാറുണ്ട്. നമ്മുടെ അമ്മയൊക്കെ ഇങ്ങനെ ഒത്തിരി ചട്ടിയൊക്കെ മേടിക്കും. എന്തേ അപ്പോഴും നമ്മളിത് കണ്ടതുണ്ട്. 1978 ഇത് സ്റ്റാർട്ട് ചെയ്തത്. ആരാന്ന് പോലും ഒന്നും എനിക്ക് ആളെ പോലും അറിയത്തില്ല. 1978 എൻ്റെ അച്ഛൻ്റെയൊക്കെ ഒരു കാലഘട്ടത്തിൽ തുടങ്ങിയതാണ്. ഇതുണ്ടോ, ഞങ്ങൾ ഇവിടെ വന്നു. ട്രെയിനോടെ വന്നപ്പോൾ തന്നെ അവൻ്റെ പഴയ സ്ഥലങ്ങളൊക്കെ അവൻ കയ്യേറാൻ തുടങ്ങി. സാധനങ്ങളൊക്കെ ഇന്ന് ഇവർക്ക് ക്ലാസ് ഇല്ലായിരുന്നു ഗൈസ്. ഇപ്പം എന്താണെന്ന് അറിയത്തില്ല, ഇവർക്ക് ക്ലാസ് ഇല്ലായിരുന്നു. അപ്പോൾ നമുക്ക് പൊടിയൊക്കെ തരാൻ വേണ്ടി ടീച്ചർമാർ വന്നതാണ്. അവിടെ ചെന്നപ്പോൾ തന്നെ ഇതേ റെയിനുവിൻ്റെ ഒരു ബോളൊക്കെ കിട്ടി. അവൻ അതിലൊക്കെ കളിയൊക്കെയായി. പിന്നെ ഞങ്ങൾക്ക് നമുക്ക് ഈ പോഷകാഹാരമൊക്കെ തരുന്നതിൻ്റെ അതിൻ്റെ എന്തോ ഫേസ് ക്യാപ്ചറൊക്കെ ചെയ്യണമായിരുന്നു. ടീച്ചർ അതൊക്കെ ചെയ്തു. അത് ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങിയപ്പോൾ നമ്മുടെ റെയിനിനോട് ഞാൻ പറഞ്ഞു, റെയിനു നീ വീഡിയോ എടുത്ത് തരാമോ, അമ്മ നടക്കുന്ന വീഡിയോ എടുത്ത് തരാമോ എന്ന് ചോദിച്ചു. അതിനവൻ ആദ്യമേ ഇങ്ങനെ പോർട്രേറ്റൊക്കെ ഇട്ടെടുത്ത് പിന്നെ ലാൻഡ്സ്കേപ്പിലിട്ടൊക്കെ എടുത്ത് തന്നു കേട്ടോ. ഇത് റെയിനു എടുത്ത വീഡിയോ ആണ് ഗൈസ്. ഉണ്ടോ, അമ്മ നടന്നു വരുന്നതിൻ്റെ വീഡിയോ റെയിനു എടുത്ത് തന്നാണ്. ഞങ്ങൾ എന്നിട്ട് അവിടെ നിന്ന് വീണ്ടും ഞങ്ങൾ നടന്ന് വീട്ടിലോട്ട് തിരിച്ചു പോവാണ്. ഞങ്ങൾ നടന്ന് വരുന്ന വഴിക്ക് നമ്മുടെ റെയിനു ഇങ്ങനെ വെയിലില്ലാത്ത ഭാഗത്ത് ഇപ്പോൾ അവൻ ഇങ്ങനെ ഓടുവാണ്. അവൻ ഈ ഓടുന്നതിൻ്റെ കാരണം എന്താണെന്നറിയാവോ, അവൻ ഓടി കടയിൽ ചെല്ലണം. കടയിൽ ചെന്നിട്ട് അവന് മുട്ടായി മേടിക്കണം. അതിനുവേണ്ടി അവൻ ഓടുന്നതാണ്. ഞങ്ങൾ കടയിൽ നിന്ന് മുട്ടായിയെല്ലാം മേടിച്ചിറങ്ങി. മുട്ടായി എന്ന് പറഞ്ഞാൽ അവിടെ ഈ 5 രൂപയുടെ അലുവയുടെ പാക്കറ്റുണ്ട്. അപ്പം 4 എണ്ണം ഉള്ളായിരുന്നു അതിൽ. അപ്പം റെയിനുവിന്, ടാറ്റുവിന്, കുഞ്ഞുമണിക്ക്, ജിത്തുവിനായിട്ട് ഞങ്ങൾ 4 എണ്ണം മേടിച്ചു. 4 എണ്ണം ഉള്ളതുകൊണ്ട് ഗംഗ ചേച്ചി കുപ്പിയോടെ റെയിനുവിന് കൊടുത്തു കേട്ടോ. റെയിനു അതൊക്കെ ആയിട്ട് ഇങ്ങനെ നടക്കുകയാണ്. റെയിനു അങ്ങനെ നടക്കുമ്പോഴത്തേക്ക് ഫ്രണ്ടിലൊരു പൂമ്പാറ്റ ബട്ടർഫ്ലൈ പറക്കുന്നുണ്ട്. അപ്പോൾ റെയിനു അതിൻ്റെ പുറകെ ബട്ടർഫ്ലൈ ഫോന്ന് നോക്കിയത് ഓടി ബട്ടർഫ്ലൈനെ പിടിക്കാനൊക്കെ നോക്കിയാണ് പോകുന്നത്. അങ്ങനെ നമ്മൾ വീട്ടിലെത്തി ഗൈസ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഗൈസ് നമ്മുടെ ഇന്നത്തെ വീഡിയോ. എല്ലാവർക്കും ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, ബൈ ബൈ, താങ്ക് യു.